വയസ്സ് മുതൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമാണ് നടി മഞ്ജു വാര്യരുടേത്. ചെറിയ പ്രായത്തിൽ തന്നെ ശക്തമായതും പ്രായത്തേക്കാൾ പക്വത നിറഞ്ഞതുമായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിച്ചിരുന്നത്. അഭിനയത്തിന് പുറമെ നൃത്തത്തിലും ശോഭിച്ച മഞ്ജുവിനെ നായികയാക്കി സിനിമ ചെയ്യാൻ അക്കാലത്ത് എല്ലാ സംവിധായകരും ആഗ്രഹിച്ചിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു 2 വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകമായിരുന്നു. 1995 പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചിത്രത്തിലാണ് നടി ആദ്യമായി അഭിനയിച്ചത്. ദിലീപ് ചിത്രം സല്ലാപത്തിലാണ് ആദ്യം നായികയായത്. ഏത് കഥാപാത്രവും കൈയടക്കത്തോടെ കൈകാര്യം ചെയ്തിരുന്ന മഞ്ജു വിവാഹത്തോടെയാണ് ബ്രേക്ക് എടുക്കുന്നത്. അഭിനയത്തിൽ നിന്ന് മാത്രമല്ല, നൃത്തവേദികളിലും മഞ്ജുവിനെ കണ്ടതില്ല. വർഷങ്ങൾക്കു ശേഷം താരം 2ാം വരവ് നടത്തിയത് അഭിനയത്തിലേക്ക് മാത്രമല്ല, നൃത്തത്തിലേക്ക് കൂടിയായിരുന്നു. 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു ആദ്യം നൃത്തം ചെയ്തത് ഗുരുവായൂരിലായിരുന്നു. അന്ന് ആയിരക്കണക്കിന് ആളുകളാണ് മഞ്ജുവിന്റെ നൃത്തം കാണാനെത്തിയത്. മഞ്ജുവിന് പോലും അതൊരു അതിശയമായിരുന്നു. മകളെ ഡാൻസ് പഠിപ്പിക്കാനായി വന്ന ഗീത ടീച്ചറായിരുന്നു മഞ്ജുവിനെയും നൃത്തം പഠിപ്പിച്ചത്. മകൾ ചുവട് വെക്കുന്നത് കണ്ട് ഇഷ്ടത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നീട് ടീച്ചറോട് എന്നെയും പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. സന്തോഷത്തോടെയാണ് ടീച്ചർ സമ്മതിച്ചത്. അച്ഛനും അമ്മയ്ക്കും ഏറെ സന്തോഷം നൽകിയ തീരുമാനമായിരുന്നു ഇതെന്നാണ് മഞ്ജു വാര്യർ ഒരിക്കൽ പറഞ്ഞത്. ഇപ്പോൾ താരം പ്രാക്ടീസ് മുടക്കാറില്ല. മാത്രമല്ല, സമയം കണ്ടെത്തി പ്രോഗ്രാമുകളും ചെയ്യാറുണ്ട്. അടുത്തിടെ രാധേശ്യാം എന്ന ഡാൻസ് ഡ്രാമ മഞ്ജുവിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചത് ശ്രദ്ധ നേടിയിരുന്നു. മഞ്ജു കൃഷ്ണനായി വേദിയിൽ നിറഞ്ഞാടിയതിന്റെ ഫോട്ടോകളും വീഡിയോകളും വൈറലായിരുന്നു. നർത്തകി ആയതുകൊണ്ട് തന്നെ നടി റിമ കല്ലിങ്കലിന് മഞ്ജുവിനോട് പ്രത്യേക ഒരു സ്നേഹവും അടുപ്പവുമുണ്ട്. സിനിമാ മേഖലയിൽ നിന്നും മഞ്ജുവിന് ലഭിച്ച ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളുമാണ് റിമ. 2ാം വരവിന്റെ സമയത്ത് ഫൈൻ ആർട്സ് ഹാളിൽ മഞ്ജു നൃത്തം അവതരിപ്പിച്ചപ്പോൾ അത് ആസ്വദിക്കാനെത്തിയവരുടെ കൂട്ടത്തിൽ റിമയും ഉണ്ടായിരുന്നു.